എല്ലാവർക്കും ടേസ്റ്റ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഒരു കടച്ചക്കൊക്കെ ഉണ്ടാകുന്നൊരു സീസണാണ്. ഇപ്പോൾ ഇത് വീട്ടിലൊക്കെ കടച്ചക്ക ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടൊരു സ്നാക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കടച്ചക്ക ഇങ്ങനെ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം കട്ടിയിൽ മുറിച്ചെടുക്കരുത്, അപ്പോൾ നമുക്ക് വേവാൻ കുറച്ച് താമസമാവും. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ രീതിയിൽ മുറിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൈസും ചെറുതാക്കുകയും ചെയ്യാം. ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് 10 മിനിറ്റ് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ഉപ്പ് അതിനുള്ളിൽ കയറും ചെയ്യും, പിന്നെ കളറൊന്നും മാറ്റമൊന്നും വരില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ബാറ്റർ തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ ടേസ്റ്റിനും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ബാറ്റർ നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ബജ്ജി പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഇതിൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നന്നായിട്ട് പൊള്ളച്ചിട്ട് വരും. പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാനുള്ളതല്ല. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എന്താ ബാറ്റർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഈ മാവിൽ ഇതുപോലെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് കടച്ചക്ക ഇതിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് വേറെ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വേറെ ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സവാള, പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, മല്ലിയില, പുതിനയില, വേപ്പില, ഇതും ഒന്നും കൂടി എല്ലാം കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു ടേസ്റ്റാണ്, മറ്റത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ രണ്ടൊന്ന് ചെയ്ത് നോക്കുമ്പോൾ അതിന് വ്യത്യാസം മനസ്സിലായിരിക്കും. ഇത് വേറൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്കിതിൽ കടച്ചക്ക ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കടച്ചക്ക ഇഷ്ടമില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. മിക്ക ആൾക്കാർക്ക് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ കടച്ചക്ക ഇങ്ങനെ ഒന്ന് ബജി ഉണ്ടാക്കി നോക്കണം. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പൊരിക്കടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക. പിന്നെ കടച്ചക്ക കുറച്ച് സമയം ഇങ്ങനെ എണ്ണയിൽ കിടക്കണം കേട്ടോ. ആ കടച്ചക്ക ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ 2 വശമൊക്കെ നന്നായിട്ട് മറിച്ചിട്ടിട്ട് നന്നായിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സമയത്ത് കടച്ചക്കയുടെ ഒരു സീസണാണല്ലോ. അപ്പോൾ ഇതാ കടച്ചക്ക ബജി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു ഇഫ്താർ വിഭവമായി വീണ്ടും കാണാം.